മാറ്റി കൊടുത്തില്ലയോ? അയച്ചു തന്നാ നമ്മള് പൊളിക്കാൻ പോവാ. നമ്മള് പൊളിച്ചതല്ല, അല്ല അത് തന്നെ. എത്രയും ബാക്കി പൊളിച്ചാൽ മതി. ഇതിനെ കൊണ്ടു നമുക്ക് ക്യാമറ ഉണ്ട് അതിനകത്ത് എന്തെങ്കിലും ബന്ധന്മാരല്ല സംസാരിക്കണ്ട. തീർച്ചയായിട്ടും. അല്ല ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ, അതിനകത്ത് ക്യാമറ ഉണ്ട്. ആൾക്കാരെ കാലൊക്കെ തന്നെ പേടി വരും സത്യം പറഞ്ഞാൽ. ആളിന്റെ CGTക്കുമായിട്ട് ബന്ധപ്പെട്ട വണ്ടി നമ്മൾ കസ്റ്റഡി എടുത്തിരിക്കുവാണ്. ഒരു വർക്ക്ഷോപ്പിന്റെ ഒതുങ്ങിയ കൂടുതലാണ് അവർ കൊണ്ടിട്ടിട്ടുള്ളത്. ഇതിന്റെ ടയറുകളൊക്കെ മാറിയിരിക്കുന്നു, ഇതിന്റെ എല്ലാം അടിച്ചിരിക്കുന്നു. ഇപ്പം ഇവിടെ കീ ഇല്ലെന്നാണ് പറയുന്നത്. ഈ വരുത്തി നമ്മൾ ഒരുപാട് തരം ആൾട്രേഷൻസ് അകത്തൊക്കെ ചെയ്തിരിക്കുന്നു. രൂപേഷ് അല്ലേ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ടോട്ടൽ സിസ്റ്റം അവർ മാറ്റിയിട്ടുണ്ട്. ഇതിൽ എക്സോസ്റ്റില് മറ്റേ ഫ്യൂവൽ ഇഞ്ചക്ട് ചെയ്യാൻ അഡീഷണൽ ഫ്യൂവൽ ലൈൻ ടയറുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ടയറെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് എയർ ക്ലീനർ ആൾട്ടർ ചെയ്തേക്കാം. ഗ്യാസ് ബേൺ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ പവർ യൂണിറ്റ് അത് എങ്ങനെ ചെയ്യുന്നത്? അത് പ്രത്യേക സ്വിച്ച് ഉണ്ട്. അവിടെ സ്പാർക്കിളൊക്കെ ഫിറ്റ് ചെയ്യും. എക്സോസ്റ്റ് മഫ്ലറിൽ എത്തുന്നതിന് മുമ്പേ ഒരു ബൈപ്പാസ് ചെയ്തിട്ട് അപ്പൊ അവരുടെ ഫ്യൂൽ കണ്ടന്റ് കൂടെ കാണും. ആ സമയത്ത് എയർ ഫ്യൂൽ മിക്സർ അങ്ങോട്ട് എയർ ഫ്യൂൽ മിക്സറിലേക്ക് എന്നിട്ട് പെട്രോൾ വണ്ടികളിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. ഡീസൽ വണ്ടിയാണ് എക്സ്ട്രാ ഒരു ഗ്യാസ് സിലിണ്ടർ വെച്ച് എക്സ്ട്രാ ഗ്യാസ് ഇഞ്ചക്ട് ചെയ്തു. അപ്പൊ അതിന് പവർ ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റ് ആണ് ഇത് പിടിച്ചിരിക്കുന്നത്. ഇതാണ് ബാക്കിൽ നല്ല വർക്ക് ചെയ്തിരിക്കുന്നു അല്ലേ? നല്ല വർക്ക് ചെയ്തു. ഇത് സൈലൻസറിൽ എക്സ്ട്രാ സൗണ്ട് കൊടുക്കും. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ നോർമൽ സൗണ്ടിനേക്കാളും കൂടുതൽ നമുക്ക് വണ്ടി നമ്മുടെ കസ്റ്റഡിയിലേക്ക് മാറ്റാം അല്ലേ? അതുപോലെ നമ്മുടെ കസ്റ്റഡിയിലേക്ക് മാറ്റാം. വേഗം തീരട്ടെ. നമുക്ക് ഈ ടയറങ്ങ് മാറ്റിയിട്ടെ ചാക്കോലെടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് സ്റ്റേഷൻ കൊണ്ടുപോകാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ ആലോചിക്കാം. സ്റ്റാർട്ടാവോ? ടയർ മാറിയോ? മറ്റേ വലിയ ടയർ